ഹലോ മുത്തുമണീസ്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ പോട്ടിലേക്ക് എല്ലാം പ്ലാന്റ്സ് നടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്ന നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ പുല്ല് കെട്ടി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുള്ളി ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്ത് ചെയ്തു, പോട്ടിംഗ് മിക്സ് എല്ലാം റെഡിയാക്കി തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ഫബി ചോറും കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു തോരൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. മുരിങ്ങയിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ലഞ്ചിന് ഫബി വരുമ്പോഴത്തേക്ക് അതാവില്ല, എന്നാൽ പിന്നെ പയർ പൊട്ടിക്കാൻ വിചാരിച്ചു, അതും സമയമെടുക്കും. എന്നാൽ പിന്നെ വഴുതനങ്ങ ആകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു, കുറച്ച് വഴുതനങ്ങ ഫ്രഷായിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടാകുന്നത് തന്നെയാണ് പരമാവധി പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അത് ഇത്രയും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് മാത്രമേ നമ്മൾ പൊട്ടിച്ചുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിലിടാനായിട്ട് കുറച്ച് പച്ചമുളകും പൊട്ടിച്ച്, ചില മുളകൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഇഷ്ടം തോന്നി, ഞാനത് പൊട്ടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കറിവേപ്പിലയും വേണമല്ലോ നമുക്ക്. അപ്പോൾ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോയി. കറിവേപ്പില പൊട്ടിക്കുന്ന സമയത്താണ് നമ്മളുടെ പൊന്നൻ വിളിച്ച് പറയുന്നത്, ഇവിടെയൊക്കെ നമ്മുടെ ഈ കുഞ്ഞു മാവിലൊരു മാമ്പഴം ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ 2 ദിവസമായിട്ട് ഞാൻ അങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ അത് പുല്ല് കെട്ടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് കേട്ടോ, അതിലാണ് മാങ്ങ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തോരൻ വെക്കട്ടെ, അടുത്ത വീഡിയോയിൽ കാണാം.